ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ സ്റ്റഡി സീരീസിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞാൻ ഒരൊറ്റ സബ്ജക്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. തുടങ്ങിയപ്പോഴത്തെ ഒരു ഉഷാറ് സെക്കൻഡ് ഡേ ആയപ്പോൾ ഉണ്ടായില്ല. ഇന്ന് ഭയങ്കര ടയേർഡായിരുന്നു, അപ്പോൾ അധികം പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഈ സബ്ജക്റ്റ് കുറച്ച് വായിച്ച് പഠിക്കാൻ ഒരുപാട് ഡ്രഗ്സിലെ പേരൊക്കെ ഓർത്ത് വെക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് കുറച്ച് ടൈം കൂടുതൽ വേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ഇന്ന് പഠിക്കാൻ പറ്റിയില്ല. ഈ ഒരു സബ്ജക്റ്റിൽ കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട് മുഴുവൻ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ സബ്ജക്റ്റിനെ ഇപ്പോൾ എഴുതിയ നോട്ട്സ് തന്നെ പഠിച്ചത് മാത്രമേ ഉണ്ടായുള്ളൂ സെക്കൻഡ് ഡേ. വേറെ പോർഷൻസ് ഒന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് എല്ലാ ദിവസവും ഇത്തിരിയെങ്കിലും പഠിക്കും എന്നാണല്ലോ നമ്മളുടെ ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് വെച്ചിട്ട് ഞാനപ്പോൾ ഒരൊറ്റ സബ്ജക്റ്റിൽ പഠിച്ച് പിന്നെ ഞാൻ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ കിടന്നു ഉറങ്ങി. നോട്ട് അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയ നോട്ട്സ് വെറുതെ ഒന്നിങ്ങനെ മറിച്ച് നോക്കി. നിങ്ങളിൽ ആരെങ്കിലും ഇതേപോലെ എഴുതിയ നോട്ട്സ് മറിച്ച് നോക്കിയിട്ട് ഭയങ്കര ഇത്ര എഴുതിയല്ലോ എന്നിങ്ങനെ മറിച്ച് നോക്കി ഇങ്ങനെ സന്തോഷിക്കാറുണ്ടോ എന്നുള്ളതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സബ്ജക്റ്റ് അവിടെ ഒരു ബ്ലാങ്ക് ഉണ്ടോ, അവിടെ എനിക്കൊരു ഡൗട്ടുണ്ട് ആ പോർഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നാളെ ക്ലാസ്സിൽ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ആ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ. ബാക്കി എല്ലാ പോർഷനും ഞാൻ എഴുതി നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആയി. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അപ്പോൾ ഒറ്റയിരിപ്പിന് അത് പഠിച്ച് തീർത്ത് ആ ഒരൊറ്റ സബ്ജക്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതും എനിക്ക് ഇനി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒന്നും സബ്ജക്റ്റൊന്നും എടുത്തില്ല. ആ ഒരു സബ്ജക്റ്റ് തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇത്. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരമാണ് കുളിച്ചത്. അപ്പോൾ മുടി അങ്ങനെ അയച്ചിട്ടിരുന്നതാണ്, ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ 2. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും പഠിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇൻസ്പയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇങ്ങനൊരു ചാനലുള്ള കാര്യം അവരും കൂടി അറിയിക്കുക. അങ്ങനെ ഇത്രയും നേരം പഠിച്ച ആ പോർഷൻ ഞാൻ കട്ട് ഷോട്ട് ചെയ്തിട്ട് എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന പോലെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. താങ്ക് യു.